ഗായ്സ്, ഒരാൾക്ക് 500 രൂപ മാത്രം ചിലവ് വരുന്നൊരു ട്രിപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഗാന്ധി ജയന്തിയുടെ ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് ജാസിറും കൂടെ ബുള്ളറ്റിൽ ഞങ്ങളൊരു റൈഡ് പോയി. വേറെ എവിടെ എല്ലാ സ്ഥലം മട്ടപ്പാടി തന്നെയാണ്. നമ്മുടെ സിനിമയിലൊക്കെ പോപ്പുലർ ആയിട്ടില്ല, ഇപ്പോൾ നമ്മുടെ അയ്യപ്പനും കോശിയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ പോകുന്ന ഏരിയയിൽ നമുക്ക് ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വല്ല ബസ് സ്റ്റോപ്പിലൊക്കെ കയറി നിൽക്കേണ്ടി വരും. അതൊക്കെ കരുതിയിട്ട് വേണം ബുള്ളറ്റിൽ പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് പോകണം. നമ്മളിതുപോലെ ബസ് സ്റ്റോപ്പിലൊക്കെ കയറുന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ എന്തായാലും നമ്മൾ ഷൂ ഒക്കെ ഇട്ട് പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം കയറുന്നു. പിന്നെ അടുത്ത വീഡിയോ എടുത്തത് ചുരത്തിൻ്റെ മുകളിലെത്തി കഴിഞ്ഞിട്ടാണ്. ഇതുവരെ വയനാടൊക്കെ പോകുമ്പോൾ നമ്മുടെ താമരശ്ശേരി അതുപോലെ തന്നെ നാടുകാണി ചുരമൊക്കെ കയറിയിട്ടുള്ള പരിചയമുള്ളൂ. ഈ ഒരു ചുരത്തിൽ ഫസ്റ്റ് ടൈമാണ്. നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അധികം ക്രൗഡൊന്നും ഇല്ലാതെ നമുക്ക് വണ്ടികളൊക്കെ സിമ്പിളായിട്ട് പോകാൻ പറ്റിയൊരു ഏരിയ തന്നെയാണ്. അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. പിന്നെ ഫോട്ടോ വൈബൊക്കെ എല്ലാവരും ഒരു ക്യാമറയൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കാരണം അവിടെ ഫോട്ടോ ആംബിയൻസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഫസ്റ്റ് ടൈം ബൈക്കിൽ ഇങ്ങനെ ഹെൽമെറ്റൊക്കെ ഇട്ടിരുന്നു, മാസ്കൊക്കെ ഇട്ടിട്ട്. മാസ്കിൻ്റെ ഒരു ആവശ്യമൊക്കെ ഉണ്ട് എന്നൊക്കെ ഇരുന്നിട്ട് അങ്ങനെ മാസ്കൊക്കെ ഇട്ടിരുന്നു. പിന്നെ എല്ലാവരും മാസ്കൊക്കെ ഒഴിവാക്കിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും പിന്നെ നോക്കിയിരുന്നില്ല. ഞാനും ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ജാസിറിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു. ആ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് തന്നെയാണ് അവിടെ, ശരിക്കും പറയണം, അത് എടുത്ത് പറയണം. പിന്നെ അതുപോലെ തന്നെ മഴയുടെ ശല്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. നമ്മൾ കയറി നിന്നിട്ടും അതുപോലെ തന്നെ വണ്ടി എടുത്ത് പോയിട്ടും എല്ലാ വീഡിയോ നമ്മളിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അങ്ങനെ മഴയൊന്നും നോക്കാതെ അങ്ങനെയാണ് പോയി, അതേ നടക്കുള്ളൂ. അതിനിടയിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സമയം, നമ്മൾ അട്ടപ്പാടി ആ ടൗണിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തലശ്ശേരി എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡായിട്ട് ഞാൻ ഇതിൻ്റെ സ്ഥലം കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ മലപ്പുറംകാർക്ക് പറ്റിയൊരു ഭക്ഷണം തന്നെയാണ്. നമ്മളെ മലപ്പുറത്തിൻ്റെ ദേശീയ ഭക്ഷണമായിട്ടുള്ള നമ്മളെ ചിക്കൻ മന്തിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാണ്. അവിടെ പോയപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അത്യാവശ്യം ഇരിക്കാനൊക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട്. അത്യാവശ്യം നമ്മുടെ ഏരിയയിലുള്ള ആളുകൾ തന്നെയാണ് അതിൽ പ്രിപ്പയർ ചെയ്യണത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി, അതുപോലെ തന്നെ പുകയില വിരുദ്ധമായിട്ടുള്ള നോട്ടീസും കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊരു നല്ലൊരു ആംബിയൻസ് ആയിട്ട് തോന്നി. വലിയൊരു സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷേ അവരെ നമ്മളോടുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങൾ അതിൻ്റെ പ്രിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് ഞങ്ങളവിടെ ആ കിച്ചണിൽ കയറിയിട്ട് തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഫസ്റ്റ് ടൈം തന്നെ കിച്ചണിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മറ്റേ കുക്കിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത്, ഇതാണ് അതിൻ്റെ താവളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് തലശ്ശേരി ഹോട്ടൽ. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പെരുമാറ്റമാണ്, നമ്മളോട് നല്ല പെരുമാറ്റമായിരുന്നു. അതിന് പുറത്ത് നല്ല അടിപൊളി ഫുഡാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് നല്ല ചിക്കൻ മന്തി കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തി. അതിൽ അൽഫാം പീസായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചപ്പോൾ എൻ്റെ മോനെ പൊളിയാണ്, ഒന്നും പറയല്ല, ഫോർമാലിറ്റിക്ക് പറയല്ല, അടിപൊളിയാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിങ്ങനെ വണ്ടി എടുത്ത് പോയി. വല്ലപ്പോഴൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് ഫോണിൽ കാണുമ്പോൾ വലിയ രസം തോന്നുന്നു. നിങ്ങൾ നേരിട്ട് തന്നെ പോയിട്ട് ഫീൽ ചെയ്യണത്. കാരണം ഈ ഒരു റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഇത് തോന്നില്ല. കാരണം അവിടുത്തെ ആംബിയൻസ് കണ്ടുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത്. ബൈക്കിലിരുന്നിട്ട് ഞാൻ കുറേ സെൽഫി വീഡിയോ ഒക്കെ എടുക്കും. കാരണം നമ്മളും കൂടി ആഡ് ചെയ്യണം എന്നുള്ളൊരു മോഹം കൊണ്ട്. കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് നന്നായിട്ട് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മളാരും തുടക്കം തൊട്ട് എൻ്റെ വരെ ഒരു ഫോറസ്റ്റിലൂടെയുള്ള ഒരു വൈബ്, ജസ്റ്റ് അധികം ക്രൗഡും കാര്യങ്ങളൊന്നും ഇല്ല. അതന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അധികം ക്രൗഡില്ലാതെ നമുക്ക് ഇങ്ങനെ പോവാം. പോകുന്ന വഴിക്ക് മയിലും കാര്യങ്ങളും ഓരോരോ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. അപ്പോൾ ജാസിർ ക്യാമറ കൊണ്ടുവന്നുകൊണ്ട് ഓന് വൈൽഡ് ഫോട്ടോഗ്രാഫി ക്രൈസിലുള്ള ആളാവുകൊണ്ട് ആൾ മയിലിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ബൈക്കിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ ഒരു കാടും മലയ്ക്ക് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ ആൾ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവനക്കൊരു ചെറിയൊരു ഫ്രണ്ട്, ഒരു നായക്കുട്ടിനെയും കൂടി കിട്ടിയെന്ന് അവിടുന്ന്. അവനെ മയിലിനെ ഫോട്ടോ എടുക്കാനൊക്കെ ആളും കൂടെ പോയിട്ട് സപ്പോർട്ട് ചെയ്ത് തോന്നുന്നുണ്ട്. പിന്നെ ആളങ്ങനെ ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ ആളങ്ങനെ തിരിഞ്ഞു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി. അപ്പോൾ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഒഴിഞ്ഞ ഏരിയ. എൻ്റെ മോനെ അവിടെ പോയി കഴിഞ്ഞാലേ നമുക്കത് എക്സ്പീരിയൻസ് കറക്റ്റ് കിട്ടുള്ളൂ. കാരണം അവിടുത്തെ ആംബിയൻസ് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യണുണ്ടെന്നില്ല അറിയില്ല. നല്ലൊരു വൈബ് ഏരിയ തന്നെയാണ്, നല്ല തണുപ്പും. നല്ല ഉച്ച സമയത്താണ് ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ നമ്മളവിടെയൊക്കെ ഉച്ച സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല ചൂടല്ലേ, അവിടെ ചൂടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പച്ചപ്പും കാര്യങ്ങളും, അവിടുത്തെ ഓരോ ചെറിയ ഏരിയ വരെ നല്ല വൈബായിട്ട് ആ ഒരു കാറ്റാടി യന്ത്രങ്ങൾക്ക് ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാലൊക്കെ ആ മലകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്.
പിന്നെ ഇതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്നില്ല എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ ഷെയർ ചെയ്തിട്ട് 2 പേരും കൂടി ഒന്ന് ബുള്ളറ്റിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. താങ്ക്